വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് വരുന്ന ആഴ്ചയിലെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് മന്ത്ലി ചാർട്ടാണ്. മന്ത്ലി ചാർട്ട് എടുക്കാനുള്ള കാരണം ഒരു ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യാനാണ്. കഴിഞ്ഞ മാസം ക്യാൻഡിൽ നോക്കിയാൽ കാണാം, നല്ലൊരു റിജക്ഷൻ ക്യാൻഡിലായിരുന്നു കിട്ടിയിരുന്നത്. അത് വന്ന് റിജക്ഷൻ ചെയ്തിരുന്ന അല്ലെങ്കിൽ റിജക്ഷൻ എടുത്ത ഏരിയ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്നായിരുന്നു. നോക്കിയാൽ കാണാം, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ മാർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ടായിരുന്നു അവിടെ. അതിപ്പോ ഒന്നുകൂടി മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഈ ഏരിയയിൽ നിന്നായിരുന്നു ഈ ഒരു ക്യാൻഡില് റിജക്ഷൻ എടുത്തത്. പക്ഷെ ഈ ഒരു മാസം ഓപ്പൺ ചെയ്തതിന് ശേഷം വളരെ സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് ഇറങ്ങി വന്നു. താഴോട്ടേക്ക് ഇറങ്ങി വരുമ്പോൾ മാത്രമല്ല, നോക്കിയാൽ കാണാം ഈ ഒരു ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ആയിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിലിന്റെ ലോ എന്ന് പറയുമ്പോൾ 2021 ആഗസ്റ്റ് മാസത്തിലുള്ളതാണ്. അതായത് 3.5 വർഷത്തിനേക്കാൾ മുകളിലുള്ള ഒരു ലോയിനെയാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ആ ക്യാൻഡിൽ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ടല്ല നിൽക്കുന്നത്, ആ ലോയുടെ മുകളിൽ തന്നെയാണ് നിൽക്കുന്നത്. താഴോട്ടേക്ക് വരും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഒക്കെ തരുന്നുണ്ട്. പക്ഷെ ആദ്യത്തെ ഒരാഴ്ചയാണ്ട് നമുക്ക് കൃത്യമായിട്ട് പറയാനും കഴിയില്ല. ഇനി ഒരുപക്ഷെ താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ മന്ത്ലി ക്യാൻഡിൽ വെച്ച് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിലിന്റെ ലോയിലാണ്. അതൊന്ന് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത്, അതായത് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് മുകളിലോട്ട് തന്നെയാണ് നിൽക്കുന്നത്. ചെറിയൊരു റിക്കവറി കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ വരുന്ന ആഴ്ചകളിലൊക്കെ നല്ല രീതിയിൽ മുകളിലോട്ട് കയറിപ്പോയി ഈ ഒരു മന്ത്ലി ക്യാൻഡിൽ നല്ല റിജക്ഷൻ ക്യാൻഡിൽ കിട്ടുകയാണ്, ഗ്രീൻ ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകാനുള്ള സാധ്യത ഉണ്ട്. അതെല്ലാം നമുക്ക് കണ്ടറിയേണ്ടതാണ്. നമ്മൾ ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത് വീക്കിലി അനാലിസിസ് ആണ്. വീക്കിലി അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ട്രെൻഡ് താഴോട്ടായി ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. ഒരുപക്ഷെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് വരാം, അല്ലെങ്കിൽ അവിടെ നിന്ന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ മുകളിലോട്ട് പോവാം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എനിവേ, നമുക്ക് വീക്കിലി ചാർട്ടിൽ പോയിട്ട് ഇമ്പോർട്ടന്റ് ആയ ഏരിയാസ് മാർക്ക് ചെയ്തിടാം. വീക്കിലി ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഈ ഒരു ഏരിയനെ നല്ല സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഏരിയ നല്ലൊരു റെസിസ്റ്റൻസ് ആവാനുള്ള സാധ്യത ഉണ്ട്. മുകളിലോട്ട് കയറി പോകുന്ന സമയത്ത് ഒരു റെസിസ്റ്റൻസ് ആവാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ വീക്കിലി ചാർട്ടിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഈ ഒരു ഏരിയ, ഈ ഒരു ബ്ലൂ ലൈനിന്റെ ഉള്ളിലുള്ള ഒരു ഏരിയ, അതൊരു നല്ലൊരു സപ്പോർട്ടായിട്ട് നിൽക്കാനുള്ള സാധ്യതയും കൂടി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം, ഇവിടെ ഒരു പുൾ ബാക്ക് തന്നിട്ട് പിന്നെ മുകളിലോട്ട് ബ്രേക്ക്ഔട്ട് തന്നൊരു ഏരിയ ആണ്. അപ്പൊ ഈ പുൾ ബാക്ക് തന്ന ഏരിയനെ നമ്മൾ ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട്. അതിന് താഴെ ശ്രദ്ധിച്ചാൽ കാണാം ഒരു FEG ഉണ്ട്. ഈ ഒരു FEG എടുത്തിട്ടില്ല, അതിന് മുകളിലുള്ള FEG ആണ് എടുത്തിരിക്കുന്നത്. ആ ഒരു FEGനെയും നമ്മൾ മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട്. വീണ്ടും താഴോട്ടേക്ക് പോകുന്ന സമയത്ത് FEGകൾ ഉണ്ട്, സപ്പോർട്ട് ഏരിയകൾ ഉണ്ട്. ഇതെല്ലാം സപ്പോർട്ട് ഏരിയ FEGകളാണ്. ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് പിന്നെ വരുന്നത് ഈ ലെവലിലാണ്, 43.587 വരുന്നത്. എന്തായാലും ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വീക്ക്ലിയിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് ഡയൽ പോയിട്ട് എന്തെങ്കിലും പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഡയൽ വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഏരിയ നോക്കിയാൽ കാണാം, ഈ ഏരിയയിൽ മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് പല തവണ വന്നിട്ട് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിട്ടുണ്ട്. ലാസ്റ്റ് ഒരു സപ്പോർട്ട് എടുത്ത് മുകളിൽ പോയിട്ട് ശ്രദ്ധിച്ചാൽ കാണാം, ഇവിടെ ഒരു FEG ഉണ്ടായിരുന്നു. ആ FEGയിൽ നിന്നാണ് മാർക്കറ്റ് താഴോട്ടേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ വന്ന ഒരു ഏരിയനെ നമ്മളൊരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അടുത്ത ആഴ്ച അവിടേക്ക് എത്തുമെന്ന് പറയാൻ കഴിയില്ല. 2-3 ദിവസം കൊണ്ടുള്ള വീഴ്ചയാണ് ഈ കാണുന്നത്. ചിലപ്പോൾ അതുപോലെ തന്നെ റിക്കവറായി മുകളിലേക്ക് പോവാം. അതുകൊണ്ട് നമ്മൾ അവിടെ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിടുന്നുണ്ട്. വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഏരിയാസ് ഡയൽ ഉണ്ടോ എന്ന് നോക്കാം. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന FEG ഇവിടെ ഉണ്ട്. അത് FEGയിൽ നോക്കിയാൽ കാണാം, ഈ ഒരു ഏരിയയിലാണ് ഡേ FEG എടുക്കുന്നത്. ബാക്കിയുള്ള എല്ലാം ഫില്ല് ചെയ്ത് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയയും കൂടി ഉണ്ട്. അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഈ ഒരു ഏരിയനെയാണ് നേരത്തെ പറഞ്ഞത് ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇത്രയാണ് ഡേയിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 4 ഹവറിൽ പോയിട്ട് മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ടോ എന്ന് നോക്കാം. 4 ഹവറിലേക്ക് വരുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് നോക്കിയാൽ കാണാം, മാർക്കറ്റ് ഇവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയി വീണ്ടും താഴോട്ടേക്ക് തന്നെ ഇറങ്ങി. താഴോട്ടേക്ക് ഇറങ്ങി സമയത്ത് ബ്രേക്ക് ചെയ്ത ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലോയിനെയാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ലോയിനെ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട്. കാരണം മുകളിലോട്ട് പോകുന്ന സമയത്ത് ഒരുപക്ഷെ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അവിടെ റെസിസ്റ്റൻസ് മാത്രമല്ല, ശ്രദ്ധിച്ചാൽ കാണാം അവിടെ ഒരു ഇംബാലൻസും കൂടിയുണ്ട്. അപ്പൊ അതിനെയും നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്.
വീണ്ടും മുകളിലോട്ട് പോകുന്ന സമയത്ത് 4 ഹവറിൽ ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലും കൂടിയാണ്. ഈ ലെവലിന്റെ പ്രത്യേകത നോക്കിയാൽ കാണാം, ഇവിടെയും നല്ലൊരു ബ്രേക്ക്ഔട്ട് തന്ന ഏരിയ ആണ്. അപ്പൊ ആ ഒരു ഏരിയനെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അവിടെയും നോക്കിയാൽ കാണാം ഒരു FEG കൂടിയുണ്ട്. അപ്പൊ ആ FEGനെ കൂടി എടുത്തിട്ടാണ് മാർക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇത്രയാണ് 4 ഹവറിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് 1 ഹവറിൽ പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. 1 ഹവറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നോക്കിയാൽ കാണാം, ഇവിടെ നിന്ന് ഒരു റിജക്ഷൻ കിട്ടി. ആദ്യം റിജക്ഷൻ കിട്ടി, ക്യാൻഡിൽ കിട്ടി, വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് അതിന് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന് ഏറെക്കുറെ കുറച്ച് കണ്ടിന്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ ഒരു കണ്ടിന്യൂഷൻ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ബ്രേക്ക് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈ ആണ്. അങ്ങനെയാണെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി മുകളിലോട്ട് പോവാം. മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ്. ഈ ഒരു ലെവലിൽ നിന്നിട്ട് ഒരുപക്ഷെ മാർക്കറ്റ് ഒരുപക്ഷെ വീണ്ടും സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് ഇറങ്ങാം. താഴോട്ടേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം എന്തെന്ന് പറഞ്ഞാൽ, മാർക്കറ്റ് ഒരുപക്ഷെ മുകളിലോട്ട് പോകുന്നതിനേക്കാൾ മുന്നൊന്ന് താഴോട്ടേക്ക് ഇറങ്ങി, അതായത് ഈ ബ്ലൂ ലൈനിലേക്ക് ഇറങ്ങിയിട്ട് ഒരുപക്ഷെ നല്ലൊരു മൂവ്മെന്റ് ആയിരിക്കും മുകളിലോട്ട് വരുന്നുണ്ടാവുക. അങ്ങനെ ഒരു നല്ല മൂവ്മെന്റ് ആണ് വരുന്നതെങ്കിൽ, അതായത് വലിയ ക്യാൻഡിൽ, ഇങ്ങനെയുള്ള വലിയ ക്യാൻഡിലോ മറ്റോ വരുന്നതാണെങ്കിൽ ആ ഒരു ലെവലിലേക്ക് ആയിരിക്കണം റീടെസ്റ്റ് വരാൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടുന്നൊക്കെ എൻട്രി എടുക്കുന്ന ആളുകൾ ആ ഒരു ലെവല് അല്ലെങ്കിൽ ആ ഒരു ക്യാൻഡിൽ അല്ലെങ്കിൽ ആ ഒരു ഏരിയ എന്തൊക്കെയാന്നുള്ള ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അതിന് താഴോട്ടേക്ക് വെക്കാതിരിക്കുക. അതിന് താഴോട്ടേക്ക് വെക്കണമെങ്കിൽ ഒരുപക്ഷെ ചെറിയൊരു റീടെസ്റ്റ് മുകളിലോട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം വലിയൊരു ലെവലിൽ, അതായത് വലിയൊരു രീതിയിൽ ഈ പറഞ്ഞ ഇതുപോലുള്ള ക്യാൻഡിൽ വീണ്ടും താഴോട്ടേക്ക് വീണ് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ടേക്ക് വെക്കാം. അങ്ങനെ താഴോട്ടേക്ക് വെക്കുകയാണെങ്കിൽ അതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്ന ഏറെക്കുറെ ഈ ലെവലിലായിരിക്കും. അതായത് ഈ ക്യാൻഡിലിന്റെ ലോ വരെ നമുക്ക് ടാർഗറ്റ് കിട്ടുന്നതാണ്. അപ്പൊ ഇങ്ങനെയാണ് രണ്ട് സാധ്യതകൾ പറഞ്ഞു. ഒന്നത് ബ്രേക്ക് ചെയ്തിട്ട് ഈ ലെവൽ വരെ എത്താനുള്ള സാധ്യത, അതുപോലെ ആ ലെവൽ എത്തുന്നതിനേക്കാൾ മുന്നേ ഒരുപക്ഷെ ഇവിടേക്ക് എത്തുന്ന സമയത്ത്, അതായത് ഈ ഒരു ക്യാൻഡിലിന്റെ ഒരു ഗ്രീൻ ക്യാൻഡിൽ കാണുന്നില്ലേ, ആ ക്യാൻഡിലിന്റെ ആ ഒരു ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് വീണ്ടും വന്നിട്ടായിരിക്കും വീണ്ടും മുകളിലോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ലെവലിന്റെ ഉള്ളിലായിരിക്കാം മിക്കവാറും റിജക്ഷൻ കിട്ടുന്നത്. നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത ലെവലാണത്. ഇനി അടുത്തത് എന്ന് പറയുന്നത്, ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയയിൽ നിന്ന് ഒരുപക്ഷെ നല്ലൊരു ഷാർപ്പ് വീഴ്ച വരികയാണ്. ഷാർപ്പ് വീഴ്ച എന്ന് വെച്ചാൽ ഇതുപോലെ വലിയ ക്യാൻഡിലിൽ ഒരു ഷാർപ്പ് വീഴ്ച വരികയാണെങ്കിൽ ആ ക്യാൻഡിലിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അടുത്തൊരു ട്രേഡ് എടുക്കാം. ആ ഒരു ട്രേഡ് എന്ന് പറയുന്നത് ഒരു സെൽ എൻട്രി ആണ്. ആ സെൽ എൻട്രി ഏറെക്കുറെ ഈ ലെവൽ വരെയൊക്കെ എത്താനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ബ്ലൂ ലൈൻ വരെ എത്താനുള്ള സാധ്യതയുണ്ട്. വീണ്ടും ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ ഈ ഒരു FEG വരെ എത്താനുള്ള സാധ്യതയുണ്ട്. FEGയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇവിടെ നിന്നോ അല്ലെങ്കിൽ FEGയിൽ നിന്നോ ഒരുപക്ഷെ കൺഫർമേഷൻ കിട്ടും. അങ്ങനെ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും ഒരു ബൈ എൻട്രി എടുക്കാം. അതിനൊരു ബൈ എൻട്രി എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ ഒരു ലെവൽ വരെയൊക്കെ ആയിരിക്കും നമുക്ക് ടാർഗറ്റ്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു റിവേഴ്സൽ പാറ്റേൺ, അത് അല്ലെങ്കിൽ താഴോട്ടേക്ക് വീഴാനുള്ള ഒരു പാറ്റേൺ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു പാറ്റേണിലേക്ക് മാത്രം ടാർഗറ്റ് വെക്കാൻ ശ്രമിക്കുക. മാക്സിമം ടാർഗറ്റ് വെക്കാൻ ശ്രമിക്കുക. അതിന്റെ മുകളിലോട്ട് ടാർഗറ്റ് വെക്കാതിരിക്കുക. ഒരുപക്ഷെ മാർക്കറ്റ് അവിടെ നിന്നും വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി ഈ ഒരു ബ്ലൂ ലൈനൊക്കെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി മറ്റൊരു സാധ്യത എന്ന് പറയുന്നത്, ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലോട്ട് പോയിട്ട് പിന്നെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലെവലാണ്. ഈ ലെവലിൽ നിന്ന് ഒരു പക്ഷെ വീണ്ടും റിയാക്ഷൻ കിട്ടിയേക്കാം, അല്ലെങ്കിൽ താഴോട്ടേക്ക് ഇറങ്ങിയേക്കാം, അല്ലെങ്കിൽ വീണ്ടും ഇവിടെ നിന്ന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയ ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. നോക്കിയാൽ കാണാം, ഈ ഒരു 7500 ഒക്കെയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയ അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും ഈ പറഞ്ഞ ലെവലുകൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും US ഓയിലിൽ നല്ലൊരു ട്രേഡ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം വൺ ഡയറക്ഷൻ കിട്ടാം, ഒന്നല്ലെങ്കിൽ അപ് ട്രെൻഡോ അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡോ കിട്ടാം. ഇപ്പൊ നമ്മൾ രണ്ട് ട്രെൻഡ് പറഞ്ഞിട്ടുണ്ട്. ആ രണ്ട് ട്രെൻഡിലും വൺ ഡയറക്ഷൻ മൂവ്മെന്റുകൾ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. കൺസോളേഷനോ മറ്റോ കാര്യങ്ങളോ ആഴ്ച സംഭവിക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ട്രെൻഡിങ് മാർക്കറ്റ് ആയിരിക്കും. അപ്പോൾ നല്ല ട്രേഡുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാവരും ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ഫ്രീങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.